നമസ്കാരം. സംഭവബഹുലമായ ഒരു വർഷം കൂടി നമ്മൾ പിന്നിടുകയാണ്. രാജ്യാന്തര രംഗത്ത്, പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തൊക്കെ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച ഒരു വർഷമാണ് 2024. സാമ്പത്തിക ലോകത്തും വലിയ മാറ്റങ്ങൾക്കും വലിയ തോതിലുള്ള ആശങ്കകൾക്കും കാരണമാകുന്ന, വഴിമരുന്നിടുന്ന ഒട്ടേറെ കാര്യങ്ങൾ സംഭവിച്ച ഒരു വർഷം കൂടിയായിരുന്നു 2024. നമ്മളൊന്ന് ഈ 2024 ആഗോളതലത്തിലും ഇന്ത്യയിലുമുള്ള സാമ്പത്തിക മാറ്റങ്ങളെ ചെറുതായിട്ട് ഒന്ന് അവലോകനം ചെയ്ത് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ഏറ്റവും വലിയ മാറ്റം സംഭവിച്ച ഒരു മാർക്കറ്റ് എന്ന് പറയുന്നത് സ്വർണത്തിൻ്റെയാണ്. അഭൂതപൂർവമായ ഒരു വലിയ കുതിച്ചുകയറ്റം അന്താരാഷ്ട്ര രംഗത്തും ഇന്ത്യൻ മാർക്കറ്റിലും സ്വർണത്തിൻ്റെ കാര്യത്തിൽ സംഭവിക്കുകയുണ്ടായി. അതായത് നമ്മൾ ഈ വർഷം നമ്മൾ പരിശോധിക്കുമ്പോൾ ഫെബ്രുവരി 13 $1980 അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിൻ്റെ വില. അത് ഒക്ടോബർ 30 എത്തിച്ചേർന്നത് $2792. അത്രമേൽ വലിയൊരു കുതിപ്പ് ഈ കാര്യത്തിൽ, സ്വർണത്തിൻ്റെ കാര്യത്തിൽ 2024 സംഭവിക്കുകയുണ്ടായി. പിന്നീട് സ്വർണത്തിൻ്റെ വില കുറച്ച് താഴ്ന്നുവെങ്കിലും വളരെ ശക്തമായൊരു നിലയിൽ തന്നെ സ്വർണത്തിൻ്റെ വില നിലനിൽക്കുന്നു എന്നുള്ളതാണ് 2024 പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ കേരള മാർക്കറ്റിൽ ഒരു പവൻ്റെ വില 58,000 രൂപയ്ക്ക് മുകളിലേക്ക് എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. തീർച്ചയായിട്ടും വലിയ തോതിൽ സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരെയൊക്കെ ആശങ്കപ്പെടുത്തിയ ഒരു വർഷമായിരുന്നു 2024 എന്ന് പറയുന്നത്. ഇതിനിപ്പോൾ നമുക്ക് കാരണം, പ്രത്യേകിച്ച് പല കാരണങ്ങൾ, അതായത് അന്താരാഷ്ട്ര രംഗത്ത് ടെൻഷനുണ്ടായി, റഷ്യ ഉക്രൈൻ യുദ്ധം ശക്തമായി, ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ നടത്തിയ ആക്രമണങ്ങൾ, ഇതൊക്കെ ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക്, പ്രത്യേകിച്ച് ഒരു ലോകയുദ്ധത്തിലേക്കൊക്കെ പരിണമിക്കുമോ, അല്ലെങ്കിൽ വേറെ കുറേ രാജ്യങ്ങൾ അതിലിടപെട്ട് ഒരു വലിയൊരു മാറ്റം അതിനകത്ത് ഉണ്ടാകുമോ എന്നുള്ള തരത്തിലുള്ള ആശങ്കകളാണ് സ്വർണത്തിൻ്റെ വില ഉയർത്താൻ കാരണമായത്. അതുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്ത് കേന്ദ്ര ബാങ്കുകൾ, പല രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോവുകയുണ്ട്. അതാണ് ഇന്ത്യയിലും ലോകത്തും സ്വർണത്തിൻ്റെ വില വലിയൊരു കുതിപ്പിലേക്ക് നീങ്ങാൻ കാരണമായത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്ക് നമ്മൾ നോക്കുമ്പോൾ 120% സ്വർണത്തിൻ്റെ വിലയിൽ ഉണ്ടായിരിക്കുന്ന വർധന. അതുകൊണ്ട് 2024 ഏറ്റവും കൂടുതൽ നേട്ടം സമ്മാനിച്ച ഒരു അസറ്റ് ക്ലാസ് എന്ന് പറയുന്നത് സ്വർണം തന്നെയായിരുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകത. ഇനി നമ്മൾ നോക്കുമ്പോൾ 2022 23 കുതിച്ചുയർന്ന പണപ്പെരുപ്പമായിരുന്നു ലോകത്തിൻ്റെ ഉറക്കം കെടുത്തിയത്. അതുകൊണ്ട് ആഗോളതലത്തിൽ, പ്രത്യേകിച്ച് US ഫെഡറൽ റിസർവും അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കേന്ദ്ര ബാങ്കുകൾ, നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര ബാങ്കുകൾക്കും പണപ്പെരുപ്പത്തെ വരുതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പലിശ ഉയർത്തേണ്ട സ്ഥിതിവിശേഷം വന്നു ചേർന്നു. എന്നാൽ 2024 നമ്മൾ കണ്ടൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പണപ്പെരുപ്പത്തെ കാര്യമായ തോതിൽ നിയന്ത്രിക്കുകയും, അതായത് അമേരിക്കയിൽ ഒരു ഘട്ടത്തിൽ പണപ്പെരുപ്പം 9.1% ഉയർന്നുവെങ്കിൽ അതിപ്പോൾ 2.5% തോതിലാണ് അമേരിക്ക അതിനെ നിയന്ത്രിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അമേരിക്ക 2024 പലിശ ഇളവിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് കടക്കുന്ന സ്ഥിതിവിശേഷം നമ്മൾ കാണുകയുണ്ടായി. 2024 US ഫെഡറൽ റിസർവ് 3 തവണയായിട്ട് 1% പലിശ നിരക്കിൽ ഇളവ് വരുത്തുകയുണ്ടായി. അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ, ബാങ്കിങ് രംഗത്തും അതുപോലെ പണവിപണിയിലും നമ്മൾ കണ്ടത്. ഇതിനെ പിന്തുടർന്ന് ചൈന അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പലിശ നിരക്കിൽ കുറവ് വരുത്തുന്നൊരു സ്ഥിതിവിശേഷവും ഉണ്ടായി. അതുപോലെ ഈ രാജ്യാന്തര രംഗത്ത് വലിയ സംഘർഷങ്ങൾക്ക് വഴിമരുന്നിട്ടുന്ന കാര്യങ്ങളുണ്ടായെങ്കിലും ക്രൂഡ് വില വലിയ തോതിൽ ഉയർന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. നമ്മളൊരു വർഷം വിശകലനം ചെയ്യുമ്പോൾ ശരാശരി ഒരു $70 $73 ഇടയിലായിട്ടാണ് ക്രൂഡിൻ്റെ വില ചലിച്ചത്. ഇടയ്ക്കത് $80-85 മുകളിലേക്കൊക്കെ എത്തിയെങ്കിലും പിന്നീട് താഴ്ന്ന് അത്
ശരാശരി എടുക്കുമ്പോൾ ഒരു $70-73 ക്രൂഡിൻ്റെ വില ചരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതോടൊപ്പം തന്നെ അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപ് അധികാരത്തിലേക്ക് വരുന്നതും അമേരിക്കയെ വലിയ തോതിൽ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള നയസമീപനങ്ങൾ ട്രംപ് ഓൾറെഡി അനൗൺസ് ചെയ്തിരിക്കുന്നതും ഒക്കെ ഡോളറിനെ വലിയ തോതിൽ കരുത്ത് നൽകുന്നൊരു സ്ഥിതിവിശേഷത്തിലേക്കും എത്തുന്നത് കണ്ടുകൊണ്ടാണ് 2024 സാമ്പത്തിക ലോകം വിട പറയുന്നത്. ഇനി നമ്മൾ ലോകത്തിൻ്റെ കാര്യം അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒരു സ്ഥിതിയിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നത് ഇന്ത്യയിലൊരു നേർവിപരീതമായ, അതായത് കോവിഡിനെ തുടർന്നുണ്ടായ പ്രതിസന്ധിയെ മറികടക്കാൻ മറ്റ് രാജ്യങ്ങൾക്ക്, വികസന രാജ്യങ്ങൾക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു എന്ന് നമുക്ക് വിലയിരുത്താമെങ്കിലും ഇന്ത്യയുടെ കാര്യത്തിൽ നേർവിപരീതമാണ് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ നമുക്ക് വളർച്ചയെടുക്കാം, ജി ഡി പി വളർച്ചയെടുക്കുമ്പോൾ കഴിഞ്ഞ നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ, അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ക്വാർട്ടറിൽ കണ്ടത് 5.4% ഇടിഞ്ഞു പോകുന്നതാണ്. ഒരു ഘട്ടത്തിൽ വലിയൊരു കുതിപ്പിൻ്റെ വളർച്ചയുടെയൊക്കെ ഒരു പാത ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ കാണിച്ചിരുന്നുവെങ്കിലും ഈ രണ്ടാം പാദത്തിലേക്ക് വരുമ്പോൾ വളർച്ചാ നിരക്ക് ഇടിഞ്ഞു പോകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിക്കൊണ്ടായി. അതുകൊണ്ട് തുടർന്നുള്ള പാദങ്ങളിലും ഇന്ത്യയുടെ വളർച്ച ഒരു 6% അല്പം മുകളിലൊക്കെ ആയിട്ട് തുടരും എന്നാണ് നിഗമനം. അതുകൊണ്ട് 2024-25 സാമ്പത്തിക വർഷത്തെ നമ്മൾ മൊത്തത്തിലെടുക്കുമ്പോൾ ഇന്ത്യക്ക് പ്രതീക്ഷിച്ചൊരു വളർച്ച കൈവരിക്കാൻ കഴിയില്ല. അതൊരു 6%-നും 6.5%-നും ഇടയിലായി നീങ്ങും എന്നാണ് രാജ്യാന്തര ഏജൻസികളെല്ലാം തന്നെ വിലയിരുത്തുന്നത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും അവരുടെ വളർച്ച അനുമാനത്തെ താഴ്ത്തിയാണ് ഏറ്റവും ഒടുവിൽ നിർണയിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ അങ്ങനെ പോകുമ്പോൾ ഇന്ത്യ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ടൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഉയർന്നു നിൽക്കുന്ന പണപ്പെരുപ്പവും പലിശ നിരക്കും തന്നെയാണ്. പല ഘട്ടങ്ങളിൽ, അതായത് ഒരു 11 തവണയായിട്ട് 6.5% ഇന്ത്യയുടെ റിപ്പോ നിരക്ക് നിർത്തിയിരിക്കുകയാണ്, ഉയർന്ന തോതിൽ നിർത്തിയിരിക്കുകയാണ്. പക്ഷേ എന്നിട്ടും നമ്മുടെ പണപ്പെരുപ്പത്തെ 4% എന്ന് പറയുന്ന ഒരു താരതമ്യേന ഭേദപ്പെട്ട നിലയിലേക്ക് റിസർവ് ബാങ്ക് പ്രതീക്ഷിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. അത് മറ്റ് രാജ്യങ്ങളുടെ ചിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായൊരു ചിത്രമാണ്. ഇന്ത്യയിൽ പലിശ നിരക്ക് ഉയർത്തി നിർത്തിയിട്ടും ചൈനയെപ്പോലെയോ അമേരിക്കയെപ്പോലെയോ ഇംഗ്ലണ്ടിനെ പോലെയോ ഒന്നും നമുക്ക് പണപ്പെരുപ്പത്തെ വരുതിയിലാക്കാൻ, നിയന്ത്രിക്കാൻ ഇനിയും കഴിയാതെ പോകുന്നു. അതുകൊണ്ട് നമുക്ക് റേറ്റ് കട്ട് സൈക്കിളിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അമേരിക്ക പലിശ നിരക്ക് കുറച്ച ഒരു സ്ഥിതിയിലേക്ക് ഇന്ത്യക്ക് 2024 പോകാൻ കഴിഞ്ഞില്ല. സെപ്റ്റംബർ മാസത്തിലും ഡിസംബർ മാസത്തിലും ഒക്കെ അങ്ങനെ പോകും, ആ തീരുമാനത്തിലേക്ക് എത്തും എന്ന് സാമാന്യേന നമ്മൾ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഉയർന്ന പണപ്പെരുപ്പം അതിലേക്ക് നയിച്ചില്ല. അതുകൊണ്ട് 2024 നമ്മുടെ രാജ്യത്ത് വലിയ തോതിലുള്ള പലിശ നിരക്ക് തുടരുകയാണ്. തീർച്ചയായിട്ടും വളർച്ചാ നിരക്ക് താഴുന്നതിന് ഒരു വലിയ കാരണവും ഇത് തന്നെയാണ്. മൊത്തത്തിൽ സമ്പദ് വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്ന ഒരു പണപ്പെരുപ്പവും പലിശ നിരക്കും ഇന്ത്യയിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ 2024 വിട പറയുന്നത്. ഇന്ത്യയിൽ സംഭവിച്ച വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. അത് ഇന്ത്യൻ കറൻസിക്ക് സംഭവിച്ച മൂല്യത്തകർച്ചയാണ്. അതായത് ഒരു ഡോളറിൻ്റെ വില സർവകാല റെക്കോർഡുകൾ ഭേദിച്ചുകൊണ്ട് വൻതോതിൽ ഉയരുന്നൊരു സ്ഥിതിക്ക് നമ്മൾ 2024 സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഇപ്പോൾ 85 രൂപയ്ക്ക് മുകളിലാണ് ഒരു ഡോളറിൻ്റെ വില. അത് പരിതാപകരമായൊരു സ്ഥിതിയിലേക്ക് ഇന്ത്യൻ രൂപ പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഇറക്കുമതി ചെലവുകൾ കുതിച്ചു വരുന്നതിന് കാരണമാകും, സാധനങ്ങളുടെ വില വർധനയ്ക്കും കാരണമാകും. അങ്ങനെയുള്ള സ്ഥിതിവിശേഷം ഈ രൂപയുടെ ഈ മൂല്യത്തകർച്ച കാണിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 85.38 രൂപയാണ് ഒരു ഡോളറിൻ്റെ നിരക്ക്. അപ്പോൾ അങ്ങനെ ഒരു തകർന്ന ഒരു രൂപയുടെ ചിത്രം കൂടിയാണ് നമ്മുടെ ഈ 2024 അത് അവശേഷിപ്പിച്ചുകൊണ്ടാണ് കടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മൾ 2025 കടക്കുകയാണ്, പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അങ്ങനെ കടക്കുമ്പോൾ തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും. പക്ഷെ സാമ്പത്തിക ലോകത്ത് പ്രതീക്ഷകൾക്കൊപ്പം തന്നെ വലിയ ആശങ്കകളും രൂപപ്പെടുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അമേരിക്കയിൽ
പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് ശേഷം എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നിർണായകമായിരിക്കും. അമേരിക്കയെ ഒന്നാം സ്ഥാനത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നീങ്ങുന്ന അദ്ദേഹം സാമ്പത്തിക നയങ്ങളിൽ എന്തൊക്കെ തീരുമാനം എടുക്കും എന്നുള്ളത് വളരെ ആശങ്ക ലോകത്തിന് ഇതിന് അകം തന്നെ ഉയർത്തിയിട്ടുണ്ട്. കാരണം എല്ലാ രാജ്യങ്ങളിലുമായിട്ടൊരു ട്രേഡ് വാറിലേക്ക്, വ്യാപാര യുദ്ധത്തിലേക്ക് പോകുന്നതിനുള്ള സാധ്യതയുണ്ട്. ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവ ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഒരു ആശങ്ക നമ്മുടെ മുമ്പിൽ പരത്തുന്നുണ്ട്. പശ്ചിമേഷ്യൻ പ്രശ്നത്തിന് പരിസമാപ്തി ഉണ്ടായിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന സ്ഥിതിവിശേഷമുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വലിയ പൊട്ടിത്തെറിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതൊക്കെ എണ്ണ വിപണിയെയും ഉൽപ്പന്ന വിപണികളെയും ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വിലയൊക്കെ സ്വാധീനിക്കുന്ന ഒരു വർഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2024 കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ വില വൻതോതിൽ കുതിച്ചുയർന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ ഭക്ഷ്യ പണപ്പെരുപ്പം വലിയ തോതിൽ ഉയർന്നു. പച്ചക്കറികൾ മുതൽ മത്സ്യ മാംസാദികൾ, അരി, ധാന്യങ്ങൾ, അതുപോലെ പയർ, പരിപ്പ് വർഗ്ഗങ്ങൾ എല്ലാം വില വലിയ തോതിൽ 2024 ഉയർന്നു. ഒരു പരിധിവരെ ജീവിതം ദുസ്സഹമാക്കുന്ന ഒരു നിലയിലേക്ക് സാമ്പത്തിക രംഗത്ത് 2024 ഇന്ത്യ മാറുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതുകൊണ്ട് വലിയ ഒരു ആശങ്ക നിലനിർത്തിക്കൊണ്ട് വലിയ തോതിൽ നമ്മുടെ ജീവിത നിലവാരത്തിൽ തകർച്ച നൽകിക്കൊണ്ടാണ് 2024 വിട പറയുമ്പോൾ 2025 കുറിച്ചും അമിതമായ പ്രതീക്ഷകൾക്ക് അവകാശപ്പെടാൻ നമുക്ക് കഴിയില്ല. ട്രംപിൻ്റെ നിലപാട് എന്തായിരിക്കും? ലോക സാമ്പത്തിക രംഗത്തെ മാറ്റങ്ങൾ എന്തായിരിക്കും? പശ്ചിമേഷ്യയിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിലൊക്കെ ഉണ്ടാകുന്ന ഗതിവിഗതികൾ എന്തൊക്കെയായിരിക്കും? ഇതെല്ലാം തന്നെയായിരിക്കും ലോകത്തിൻ്റെ സാമ്പത്തിക ലോകത്തിൻ്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുക. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയ്ക്കൊപ്പം തന്നെ വലിയ ആശങ്കയും ഉയർത്തുന്നുണ്ട് എന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് നമ്മൾ 2024 വിട പറയുന്നതും പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതും. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേരുകയാണ്. നന്ദി, നമസ്കാരം.